അടിമാലി കാംകോ കോയിക്കക്കുടി റോഡിലെ വെറ്റൽക്കൂന സുഗമമായ ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും വിലങ്ങുതിരിയായി മാറുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിൽ 6 മാസങ്ങൾക്ക് മുമ്പാണ് ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റൽ അനുബന്ധ സാമഗ്രികളും ഇറക്കിയിട്ടത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടെ നിന്ന് ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ദിനംപ്രതി നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികളുമടക്കം യാത്ര ചെയ്യുന്ന റോഡാണ് അടിമാലി കാംകോ കോയിക്കക്കുടി റോഡ്. റോഡിന്റെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലും പാറപ്പൊടിയും പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അടിമാലി പഞ്ചായത്ത് അധികൃതരും ഇക്കാര്യത്തിൽ അലംഭാവത്തിലായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനട യാത്രയും ദുരിതമായി മാറുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിൽ 6 മാസങ്ങൾക്ക് മുമ്പാണ് ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റലും അനുബന്ധ സാമഗ്രികളും ഇറക്കിയിട്ടത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടെ നിന്നും ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. നമ്മുടെ കാംകോ ജംഗ്ഷനിൽ നിന്ന് മണ്ണാങ്കലിക്ക് പോകുന്ന പോക്കറ്റ് റോഡ്, ആ റോഡിൽ സൈഡിലായി കൂട്ടിയിട്ടിരിക്കുന്ന മണലും മിറ്റലും യാത്രക്കാർക്ക് വളരെയധികം ക്ലേശം ഉണ്ടാക്കുന്നതാണ്. അത് വളരെയധികം വിദ്യാർത്ഥികളും നാട്ടുകാരും നടന്നു പോകുന്ന ഒരു വഴിയായതുകൊണ്ട് അത് സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റിത്തരുന്നതിന് വേണ്ടി നടപടിക്കായി വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇതുവഴിയുള്ള സുഗമമായ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മെറ്റൽ കൂന മൂടിക്കിടന്നിരുന്ന മുൾപ്പറപ്പ് തൊഴിലാളികൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇതിനിടെ മെറ്റൽ കൂനയ്ക്ക് എതിർവശത്തായി വൈദ്യുതി ബോർഡ് അധികൃതർ കോൺക്രീറ്റ് വൈദ്യുതി തൂണുകൾ സ്റ്റോക്ക് ചെയ്തതോടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന റോഡിൽ ഇറക്കിയിരിക്കുന്ന മെറ്റൽ കൂനകൾ എത്രയും വേഗം നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.